നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് സ്ഥലത്താണെങ്കിലും പേരുകളും വിവരങ്ങളും മാത്രമാണ് മാറുന്നത്. സംഭവിക്കുന്നതെല്ലാം ഒന്നു തന്നെയാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്ക് ഇന്നും ഒരു കുറവില്ല. കേരളത്തിലടക്കമാണെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ അസമിൽ നിന്ന് വരുന്ന വാർത്ത അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. അത് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയാണ് ഒരു 15-കാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കുടുംബത്തിലുള്ളവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമാക്കപ്പെട്ട നിലയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പെൺകുട്ടികൾ വീടിനുള്ളിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ളതിന്റെ കൃത്യമായ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പുറത്തു വരുന്നത്. നമ്മളെല്ലാവരും പറയും അസമയത്ത് സ്ത്രീകളും കുട്ടികളും പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും സഞ്ചരിക്കുമ്പോൾ മറ്റുള്ള ബസ്സുകളിലോ ട്രെയിനുകളിലോ സഞ്ചരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയും. പക്ഷേ സ്വന്തം വീടിനുള്ളിൽ പോലും ഒരു 15-കാരി സുരക്ഷിതമല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അസമിൽ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന വാർത്ത. അസമിലെ ഹൈലക്കണ്ടി ജില്ലയിലാണ് സംഭവം. വീടിനടുത്തുള്ള ബന്ധുവീട്ടിൽ വിരുന്നിന് പോയി മടങ്ങിയെത്തിയ കുടുംബാംഗങ്ങളാണ് പെൺകുട്ടിയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ ആദ്യം കണ്ടത്. പെൺകുട്ടിയുടെ മുഖവും തലയും അക്രമികൾ തല്ലി തകർത്ത നിലയിലാണ്. കൂടാതെ സ്വകാര്യ ഭാഗങ്ങളിൽ കമ്പ് കുത്തിക്കയറ്റിയ നിലയിലുമാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകത്തിനൊപ്പം ക്രൂരമായ ലൈംഗിക പീഡനവും നടന്നിട്ടുണ്ടെന്നാണ് കുടുംബത്തിന്റെ ശക്തമായ സംശയം. എങ്കിലും പീഡനം സ്ഥിരീകരിക്കുന്നതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് ക്രൂരകൃത്യം നടന്നിരിക്കുന്നത്. വീട്ടുകാരോടൊപ്പം ബന്ധുവീട്ടിലേക്ക് ചടങ്ങിന് പോയതായിരുന്നു ഈ പെൺകുട്ടിയും. എന്നാൽ ചടങ്ങിനിടയിൽ ഉറ്റ ബന്ധുവുമായി വഴക്കിട്ടതിനെ തുടർന്ന് പെൺകുട്ടി തനിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു. അപ്പോൾ കൂടെ പെൺകുട്ടിയുടെ മറ്റുള്ള അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. ഈ പെൺകുട്ടി തനിയെ തന്നെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. പിന്നീട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ചു വീട്ടിലെത്തിയ ബന്ധുക്കളാണ് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടത്. പ്രതികളായവരെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളും നാട്ടുകാരും ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സംശയമുള്ള 5 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണെന്നാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് മാധ്യമങ്ങളോട് വിശദമാക്കിയത്. എന്നാൽ ഇവർ പ്രതികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പീഡനം നടന്നോ എന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ്. വീട്ടിലേക്ക് കുടുംബം മടങ്ങിയെത്തിയപ്പോൾ തറയിൽ അവളുടെ മൃതദേഹം വളരെ വികൃതമാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് എന്നാണ് ബന്ധുക്കളടക്കം മൊഴി നൽകിയിരിക്കുന്നത്. തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും ഈ പെൺകുട്ടി തനിച്ച് വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ടുള്ള ആരോ ആണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. കാരണം ബന്ധുവീട്ടിലാണ് മറ്റുള്ള പെൺകുട്ടിയുടെ മറ്റുള്ള മാതാപിതാക്കളെല്ലാം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആരോ ആണ് പെൺകുട്ടിയെ പിന്തുടർന്ന് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. ഏതായാലും പ്രതികളെന്ന് സംശയിക്കുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അവരെ വിശദമായി ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും ആരാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള, അതോ ഇത്രയും ക്രൂരമായി പെൺകുട്ടിയെ കൊലപ്പെടുത്തണമെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പകയോ ഈ പെൺകുട്ടിയോടോ പെൺകുട്ടിയുടെ കുടുംബത്തോടോ ഉണ്ടായിരുന്നോ എന്നുള്ളതിലും ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. ഈ മാസം തുടക്കത്തിലും സമാനമായ രീതിയിൽ ശ്രീമൂബി ജില്ലയിൽ നിന്നും ഒരു 8 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം നടന്നിരുന്നു. അന്ന് 22 വയസ്സുള്ള ഒരാളെ നാട്ടുകാർ തന്നെയാണ് പോലീസിൽ പിടികൂടി ഏൽപ്പിച്ചത്. അന്ന് രാവിലെ 10 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ വീടിനടുത്തുള്ള ഒരു കുന്നിൻ പ്രദേശത്തിനടുത്തുള്ള വനപ്രദേശത്ത് നിന്നാണ് കുടുംബം ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. താമസക്കാർ പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. പിന്നാലെ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബലാത്സംഗവും കൊലപാതകവും ആരോപിച്ച് ഇരയുടെ കുടുംബം FIR ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ബലാത്സംഗത്തിന് ഇരയായോ എന്ന് സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി കാത്തിരിക്കുകയെന്നാണ് അന്നും പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊന്നും തന്നെ പോലീസിന്റെ പട്രോളിങ്ങോ കാര്യമോ കൃത്യമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ കണ്ടുപിടിക്കട്ടെ. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പല നിയമങ്ങളും ശക്തമാക്കിയിട്ടും ഒരു കുറവും നമ്മുടെ രാജ്യത്ത്, അതിപ്പോൾ ഏത് സംസ്ഥാനം എടുത്താലും അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന വളരെ നടുക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്.